ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അന്നേരം നമ്മൾ സ്കിൽസ് പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ വഴി എങ്ങനെയാണ് നമ്മളിപ്പോൾ പറയും. അന്നേരം നേരെ വീഡിയോയിലേക്ക് പോകാം. പക്ഷേ ഇത് വലിയൊരു വീഡിയോ ആണ്. അന്നേരം ഹായ് അന്നേരം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, അന്നേരം നമ്മൾ കട്ടിംഗ് പാസ് ആണ് ആദ്യമേ ചെയ്യാൻ പോകുന്നത്. അന്നേരം നമ്മൾ ഇവിടെ നോക്കാൻ പോകാം. കണ്ടോ ഗൈസ്? ഒന്നും കൂടെ കാണിക്കാം ഗൈസ്. ഉണ്ട് ബോൾ കൊണ്ടുപോകണം ഗൈസ്. ഈ ബോൾ ഫുള്ളും പോയി. ഞങ്ങൾ കളിച്ചുകൊണ്ടാണ് ഗൈസ്. വെയിറ്റ് അതെ, നമ്മുടെ കാല് ഇങ്ങനെ എടുത്ത് ചെയ്താൽ മതി. ഇതാണ് കട്ടിംഗ് പാസ് എന്ന് പറയുന്നത്. ഇനി ഞാനൊരു ഒരു സ്കിൽസ് കാണിക്കാം. അന്നേരം ഞാൻ ഇവൻ്റെ കയ്യിലോട്ട് ക്യാമറ കൊടുക്കുകയാണ്. അന്നേരം നമ്മൾ ചെയ്യുന്നത് നട്ടടിക്കാനുള്ളതാണ്. ആദ്യമേ നമ്മുടെ ഈ കാല് ഇങ്ങനെ ആദ്യമേ ഇങ്ങനെ. ഇനി ഞാൻ ഫുള്ളാടെ കാണിച്ചു തരാം. ഇങ്ങനെയാണ് കട്ടിംഗ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ ബോൾ കളിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ ഒരു റെയിൻബോ ഷൂട്ടാണ്. ഇത് ആദ്യമേ ചെയ്യുമ്പോൾ എനിക്ക് വരുമോയെന്ന് അറിയത്തില്ല. നമുക്ക് എന്നാലും ചെയ്യാം. ഗൈസ്, ഞാനിവിടെ വെച്ചു. സിമ്പിള് ഇതാണ് ഗൈസ്. ഞാൻ ചെയ്ത് നോക്കിയാൽ കണ്ടോ ഗൈസ്? ഇതാണ് സിമ്പിള്. സിമ്പിൾ അല്ലാത്തതെന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ ലെഫ്റ്റ് കാല് ഇങ്ങനെ വെച്ചിട്ട് സ്ട്രൈറ്റ് ഇങ്ങനെ വെച്ചു. അതായത് നമ്മൾ പഠിക്കാൻ പോവാണ്. ചിലപ്പോഴേ വരുള്ളത് എനിക്ക് ഈ വശമാണ്. നമ്മൾ രണ്ട് വശം ആയാലും കുഴപ്പമില്ല. ഇതൊക്കെ ചെയ്യാം. എനിക്ക് ശരിക്കും ചെയ്തിട്ടില്ല. നമ്മുടെ ക്യാമറമാൻ ഇനിയും ചെയ്തോളും. ഇപ്പോൾ ഇവൻ റെയിൻബോ കിക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. കണ്ടോ ഗൈസ്? അങ്ങനെയാണ് റെയിൻബോ കിക്ക് ചെയ്യുന്നത്. പിന്നെ ഗൈസ്, ഒരു സിമ്പിൾ വഴിയുള്ള ആൾക്കാരുടെ നിന്ന് പാസ് മേടിക്കാൻ ഒരു വഴിയുണ്ട്. നമുക്ക് ക്യാമറമാൻ്റെ കയ്യിലോട്ട് ഓക്കെ. നമുക്ക് ആദ്യമേ ചെയ്യേണ്ടത് ഈ റൈറ്റ് കാല് എടുത്ത് ഇവിടെ വെച്ചിട്ട് നേരം ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ പോകണം. നമുക്ക് ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെ തോപ്പിച്ച് ഇങ്ങനെ വരാം. ഇതാണ് നമ്മുടെ കട്ടിങ് പോലത്തെ പാസ്സാണ് അതിന് പറയുന്നത്. ശരിക്കും കട്ടിങ് പാസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടെ ഒരാൾ നിൽക്കുകയാണ്, നമ്മൾ ഓടി വരുമ്പോൾ ഇങ്ങനെ വരും. അതാണ് ശരിക്കത്തെ കട്ടിങ് പാസ്. ഇനി നമുക്ക് ഉള്ളത് ജഗ്ലിംഗ് ആണ്. ജഗ്ലിംഗ് നമ്മുടെ ക്യാമറമാനാണ് ചെയ്യുന്നത്. ചെയ്തോ ജഗ്ലിംഗ് ആണ്. 3 എണ്ണേ പറ്റുള്ളൂ. ഇതാണ് ജഗ്ലിംഗ്. ഇത് ഈ സ്കിൽസ് എന്ന് പറയുന്നത് നല്ലോണം പ്രാക്ടീസ് ചെയ്യണം. ഇത് 2-3 ദിവസം കഴിഞ്ഞാലേ ഇതിൻ്റെ ഈ പവർ അറിയുള്ളൂ. ഇനി പവർ ഷൂട്ടാണ്. പവർ ഷൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മുടെ ക്യാമറമാൻ തന്നെ കാണിച്ചോളൂ. ആദ്യമേ ഈ ബോളിൻ്റെ ഈ ഭാഗം നടുഭാഗത്ത് ഇങ്ങനെ നടുവല്ല, പുറകു ഭാഗത്ത് ചെന്ന് ആഞ്ഞടിക്കണം ഓടി വന്നിട്ട്. അന്നേരം ഇത് പറന്നു പോവും. അന്നേരം നമുക്ക് ക്യാമറമാൻ അടിക്കാൻ പോവാണ്. ക്യാമറമാൻ അടിച്ചോളൂ ഗൈസ്. ഉണ്ട് ഗൈസ്, അവിടെ ബോൾ ഇങ്ങോട്ട് തെറിച്ചൊന്ന് ഒന്നും കൂടെ ചെയ്യാൻ പറയാം. ഒന്നും കൂടെ അങ്ങനെ ഒന്ന് ഷോട്ട് അടിക്കാവോ? ഓക്കെ, നമ്മൾ ഷോട്ട് അടിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്.
അല്ല അതൊന്നും കൂടെ ചെയ്യേണ്ട വരും. കാരണം ഇത് പൊങ്ങിയില്ല. നേരത്തെ തൊട്ടൊന്ന് പൊക്കിയടിക്കാം. അടിയിൽ വെച്ചടിക്കണേ നിങ്ങൾ. അപ്പോൾ ഇപ്പം തെറിച്ച് പോന്ന് കാണും. ഗയ്സ്, ഇതാണ് നമ്മുടെ ഷൂട്ട്. ഇനി നമുക്ക് പാസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. ഗയ്സ്, ഇങ്ങനെയാണ് പാസ് ചെയ്യുന്നത്. കണ്ടോ ഗയ്സ്? ഇനി നമുക്ക് വേറെ കുറേ സ്കിൽസ് ഉണ്ട്. ഞാൻ മൊബൈൽ ഒരു സ്ഥലത്ത് വെക്കാം. ഗയ്സ്, എന്തെങ്കിലും കാണാമല്ലോ എല്ലാവരും. അപ്പം നമ്മൾ ചെയ്യുന്നത് ഇനിയും ചെയ്യാനുള്ളത് എന്തുവായിരുന്നു? ബൈസൈക്കിളാണ്. ബൈസൈക്കിൾ എന്ന് പറയുന്നത് ഒരു പ്രാക്ടീസിങ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ പറഞ്ഞു കൊടുത്തോളൂ. ആദ്യം നമ്മൾ മേപ്പോട്ട് എറിയണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇരിക്കുക. ഇരുന്നിട്ട് പന്ത് വരുന്നതിന് മുമ്പേ അടിക്കുക. അന്നേരം ഗൈസ് അവൻ ചെയ്യാൻ പോണ്. ചെയ്തോളൂ. കണ്ടോ ഗൈസ്? അത് നേരെ അടിച്ചാൽ മതി. ഇതിങ്ങനെ വെക്കുക. വെള്ളമൊട്ടിക്കുക. ഇതാണ് നമ്മുടെ ബൈസൈക്കിള്. ഇനി നമുക്ക് വേറെ കുറേ സ്പേസ് ഏതായിരുന്നു? ഇനി മൈനസ് പാസ് ആണ്. മൈനസ് പാസ് എന്ന് പറയുന്നത് ഇങ്ങനെ വെച്ചിട്ട് കണ്ടോ? കാണാൻ പറ്റുമോ? ഇതിൽ ഞാൻ എടുത്ത് കാണിക്കാം. ഇങ്ങനെ വെച്ചിട്ട്